ഇപ്പോഴത്തെയും ചോദിച്ചാൽ ജാട മുന്നേ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. അല്ല ഇപ്പോഴും ഇല്ല. എന്നെ പേഴ്സണലി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണെന്നുള്ളതും എനിക്ക് ജാട ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ ജാട എന്നുള്ളത് ഒരു അസംഷൻ തന്നെയാണ്. മുടിയു ക്വാറന്റൈനിൽ എന്താ ചെയ്യണേ? I am as bored as all of you are, so I guess you've already understood that, since I'm making videos with my parents, with my mom, with my brother and everything. I've started making TikToks this quarantine. That's one new thing that I've done. Then I work out, I binge watch a lot, then I sleep, I eat. This is what I do mostly every day. So it's like every day is on a loop. So I think only healthy eating and working out is the good thing that's happening because of quarantine. 10th letter A+. ഞാൻ പഠിച്ചത് ICSE സ്കൂളിലാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ഇത്ര A+ അങ്ങനെയുള്ള കണക്കായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത്, എനിക്ക് തോന്നുന്നു 6 സബ്ജക്റ്റ് എന്തോ ആയിരുന്നു. ഞാനൊരു 9th പഠിക്കുമ്പോൾ തന്നെ ഞാൻ കോമേഴ്സ് എടുത്തു. സയൻസിൽ നിന്ന് ഷിഫ്റ്റായി കോമേഴ്സിലേക്ക്. കാരണം സയൻസ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനത് കോമേഴ്സിലേക്ക് ഷിഫ്റ്റായി. അപ്പം തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു 10th 6 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് എത്ര A+ കിട്ടിയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് 91 ആയിരുന്നു 10th. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. How is Forrest Gump? It was an amazing movie. I loved it. A lot of people have been recommending the movie to me since a very long time, but I've never had the patience to sit through it. But I watched it very recently and it's such a wonderful movie. I loved it. I really loved it. Would you go out for a cup of coffee? I'll think about it. Okay. When is marriage? Okay. അതിൻ്റെ ഇടയ്ക്ക് your favorite hangout place in Thrissur? തൃശ്ശൂർ അങ്ങനെ അധികം ഹാങ് ഔട്ട് പ്ലേസ് ഒന്നും ഇല്ല എന്നറിയാമല്ലോ. അപ്പം ഇത് ചോദിച്ചതൊരു തൃശ്ശൂർക്കാരനാണെങ്കിൽ അവർക്കറിയാം. തൃശ്ശൂർ അങ്ങനെ അധികം ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല. എന്താ, ശോഭ ഉണ്ട്, ശോഭ സിറ്റി മോളുണ്ട്. പിന്നെ കുറച്ച് കഫേസ് ഉണ്ട്. ഹേയ് അനുപമ, ഹായ് അനു, വാട്ട്സ്ആപ്പ്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ലൈവിൽ വരൂ. ഓക്കെ. അപ്പോൾ തൃശ്ശൂർ അങ്ങനെ പ്രത്യേകിച്ച് കുറേ നല്ല കഫേസ് ഉണ്ട്, നല്ല ഫുഡുണ്ട്. പക്ഷെ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമൊന്നുമില്ല. ശോഭയിലാണ് ഞാൻ മോസ്റ്റ്ലി ഇപ്പം സിനിമ കാണാനും എന്താ പറയുക, എന്തെങ്കിലും അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ മോസ്റ്റ്ലി ശോഭയിലോട്ടാണ് പോവാറ്. ഹൗ ആർ യു ലവ്? I'm really good, Anu. I watched the Plasu episode. ഇന്നലെ ഞാൻ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. രണ്ടുപേരെയും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ. വെൻ ഇസ് മാരേജ് ആയിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യനിലായിരുന്നു കേട്ടോ. വെൻ ഇസ് മാരേജ്? ലെറ്റ് മീ ടെൽ യു ഗൈസ്. മിഷേൽ, ഞാൻ ലൈവിൽ വരട്ടെ. ഇയാളുടെ ലൈവ് കഴിഞ്ഞായിരുന്നോ? Marriage. Let me first of all tell you that I'm only 20 years old, so I don't see marriage happening anytime soon. So yeah, because I have a lot to do in life. I have a lot to achieve. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ മാരേജ് ഈ അടുത്തൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഒരു 5 വർഷം, 6, 7, 8 എത്രത്തോളം ഡിലേ ആക്കാൻ പറ്റുമോ അത്രയും ഡിലേ ഞാൻ ആക്കും. മഹേഷ് ബാബുവിൻ്റെ കൂടെയാണോ നെക്സ്റ്റ് പ്രോജക്റ്റ്? സത്യം പറയാലോ, ആ റൂമേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും അറിയണേ. കുറേ ട്രോൾ പേജസും
ഒക്കെ ഇത് ഷെയർ ചെയ്യണതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ പേഴ്സണലി എനിക്ക് എന്നെ ആരും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി ചെയ്യുമായിരിക്കും, അറിയില്ല. വെയിറ്റിംഗ് ഫോർ ദാറ്റ് യുനോ. പക്ഷേ ഇപ്പം എന്തായാലും ഒന്നും കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ ഫസ്റ്റ് അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താ പരിപാടി? PG. ഐ റിയലി ഡോണ്ട് നോ, ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോൾ BCom കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PG അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസോ ഉണ്ടാവില്ല. പക്ഷേ മൂവി വൈസ് ഫിലിം സ്റ്റഡീസ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റിൽ ആകുമ്പോൾ വേണം ഫർദർ ആലോചിക്കാനായിട്ട്. ഇപ്പം എന്തായാലും തൽക്കാലം ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഡു யூ நோ தமிழ்? தமிழ் தெரியுமா நீங்கள் என்கிட்ட கேட்குறீங்க. ரொம்ப நல்லா பேச தெரியும்னு நான் சொல்ல மாட்டேன், நான் மேனேஜ் பண்ணுவேன். தமிழ் மூவிஸ் எல்லாமே நிறைய பார்ப்பேன், அதனால தமிழ் என்னால் மேனேஜ் பண்ண முடியும். அவ்வளோ ஃப்ளூவெண்ட்டாக பேச முடியுமா இல்லையான்னு தெரியாது, ஆனால் ஐ கேன் மேனேஜ். Do you know power star Pawan Kalyan? What kind of a question is that? Who doesn't know him? I'm a big fan. I've only started following Telugu movies very recently. So, yeah. Favorite Tamil actor? Favorite Tamil actor is Vijay Sethupathi, sir, without any doubt. He's my all-time favorite, and I also like Vijay sir. I like Ajit sir. I like a lot of people. I like Vikram sir. So I can't really choose, but top favorite is Vijay Sethupathi sir. Favorite Hollywood actor? Bradley Cooper. അവിടെ ഒരു വേറെ ഡൗട്ടില്ല. Current moisturizer. Okay, so the moisturizer that I use currently is, it's Cetaphil. It's moisturizing cream for face and body, all skin types. So this is a moisturizer that I use right now. Do you have a dog? I don't have a dog, but I've wanted one, not for a very long time, because I was always very terrified of dogs since a very young age. So now that I've outgrown a bit of that, now I want to buy a dog. But since I'm staying in a flat, I don't know how much it's possible. There might be restrictions in the society, so yeah, when I can, I will definitely get one. Would you like to work with Kartik Aaryan? Kartik Aaryan is like the male crush of entire India, and who wouldn't want to work with him? Definitely, if someday possible. Who knows? Favorite Bollywood movie? It's really hard to choose. I like a lot of movies. I like Kal Ho Na Ho a lot. I like Kuch Kuch Hota Hai. Yeah, I like a lot of movies. Fitness and diet. Okay, so I'm someone who lags behind a lot in working out and eating healthy, because I தமிழில் பேச முடியுமா? பேசுகிறேன், definitely பேசுகிறேன். I am someone who likes to eat a lot of junk. I've always preferred fast food and everything, and it's very less that I eat healthy things. And mostly when I'm shooting, we also get to eat from all sorts of restaurants and everything. So I've never been able to maintain a diet, but this is the first time in my life that I have followed a proper diet for like more than 35 or 40 days, and I've been consistently working out every day. So this is, I think lockdown has helped me a lot to like develop a diet and a healthy eating routine and a workout routine and everything.
Please share skincare routine. Okay, that's also another thing that I really don't think I take care of it a lot. It's just that I make sure that I drink a lot of water, and every day my mom gets me a small piece of aloe. She has a plant here, so she gets me a piece of aloe and I put it on my face with a little bit of coconut oil. That's all I do before I go to sleep. Is it tough choosing projects? I wouldn't say it's tough, but uh, yeah, it's a lot of work. For you have to find that particular point, what interests you, and if you want to do it or not. And when I hear a script, what I do is I discuss it with my parents, because they are from a different age category. I am from a different age category. My brother is from a different age category. So when I discuss the story or the one line with them, the reaction they give me would be like, from versatile audiences, representative kind of. So that's how I choose the scripts. Okay. Do you know Kannada? Kannada ಸ್ವಲ್ಪ ಗೊತ್ತು. I've done a Kannada movie. It's called Vishnupriya. So it's going to be my debut movie. VK Prakash sir's movie. Shreyas Manju is my co-actor. So Kannada, I don't know a lot of Kannada, but I can follow Kannada, and I'm trying to speak as much as possible with all my Bangalore friends. Zodiac sign. I am a Scorpio. Yeah. So I'm a Scorpion. Action, love, or emotional movies? Action. No, I can't sit through 2.5 hours or 3 hours of action for sure. Emotional, yes, I can handle drama. I can handle rom-com and everything. I can handle. Mostly romantic movies. കേരള വ്യൂവേഴ്സ് കുറിച്ചുള്ള അഭിപ്രായം. കേരള വ്യൂവേഴ്സിനെ പറ്റി ഞാൻ എന്താ ഇപ്പോൾ പറയാ? കേരള വ്യൂവേഴ്സിനോട് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇട്ട് കൊല്ലും, അല്ലെങ്കിൽ എന്നെ ട്രോൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് കേരള വ്യൂവേഴ്സിനോട് എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും പറയാമല്ലോ. ഒരു മലയാളം മൂവി വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെസ്പോൺസൊക്കെ അപ്പം എങ്ങനെയായിരിക്കും എന്ന് നോക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. മലയാളി പൊളിയല്ലേ എന്ന് എടി നീ ഇടയ്ക്കിട്ട് എനിക്ക് വെച്ച്. Will I ever get to meet you, or is that a dream? No, okay. I don't want to tell people your username, so I don't want to like have people pouring into your DMs or anything. So that's why Noel, I'll tell you that when you're in Thrissur, we'll definitely meet if I'm here. And stop calling it a dream and all. Are you in a relationship? No, I'm not. I'm happily single. അശ്വിൻ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചോന്ന്. ഇല്ല, കുടിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിക്കാൻ ഒരു 7 മണിയൊക്കെ ആവും. ഇപ്പം വൈകി എണീക്കുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കുറച്ച് ലേറ്റാണ്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് അധികം നേരം ആയിട്ടില്ല. അപ്പം ചായ ഒരു 7 മണിക്കൊക്കെ. ചായ പൊതുവെ കുടിക്കാറില്ല, ഗ്രീൻ ടീ ആണ് കുടിക്കാറ്. അതൊരു 7 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കും. പിന്നെ ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം എന്താ സംശയം? ലാലേട്ടൻ. പിന്നെ ഫഹദ് നർമി ഒരുപാട് ഇഷ്ടമാണ്. കൈൻഡസ്റ്റ് തിങ് എ സ്ട്രേഞ്ചർ ഹാസ് എവർ ഡൺ ഫോർ യു? സ്ട്രേഞ്ചർ ഹാസ് എവർ ഡൺ ഫോർ യു എനിക്ക് വേണ്ടി ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഐ റിമെമ്പർ ബീയിങ്
being on an interview in Chennai, and I was promoting Radar Love at that time, and my mom was sitting somewhere, in the hall, and I remember this totally a stranger guy back then, and he offered my mom one glass of water when she became emotional regarding something. So he was a complete stranger back then, but now he's a really good friend. His name is Balaji. So yeah, that's it. Did you ever have short hair? Yes. എനിക്ക് തോന്നുന്നു ഒരു 7-ലോ 8-ലോ പഠിക്കുന്നവരെ I think when I was in 7th grade or 8th grade was the last time I got a haircut. So until then I used to have boy cut or bob cut and everything. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു ലാസ്റ്റായിട്ട് മുടി അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് സമ്മതിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പറഞ്ഞു, ഒരു 7th ആണെന്ന് തോന്നുന്നു, അമ്മ പറഞ്ഞത് ഒരു മതി, ഇനി മുടി വെട്ടണ്ട, കുറേ ആയി, ഇനി എന്താ പറയുക, മുടി വളർത്തിക്കോ, എത്രത്തോളം വളരും, എങ്ങനെ ഉണ്ടാവും കാണാമെന്ന് നോക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് വെച്ചാണ് ഞാൻ ലാസ്റ്റായിട്ട് മുടി വെട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിയാ ചേട്ടാ ഹായ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി വെട്ടാനായിട്ട് അമ്മ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് എൻഡിലെ സ്പ്ലിറ്റൻസ് കട്ട് ചെയ്യുമെന്നല്ലാതെ ഒരു രീതിയിലുള്ള സ്റ്റൈലിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റെപ്പ് കട്ടോ അങ്ങനത്തെ കട്ടോ ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പ്ലെയിൻ സ്ട്രെയിറ്റ് കട്ടാണ് എപ്പോഴും ചെയ്യാറ്, മുടി എത്രത്തോളം വളരും എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അബൌട്ട് പേർലി മണി ആൻഡ് ഹെർ ഷോ. പേർലി ചേച്ചിനെ പറ്റി എന്താ പറയുക, ഞങ്ങൾ ഇതുവരെ പേഴ്സണലി എന്താ പറയുക കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. അതും ഞങ്ങൾ എപ്പോഴായിരുന്നു, അതെനിക്ക് തോന്നുന്നു ISL കാണാൻ പോയപ്പോഴായിരുന്നു പേർലി ചേച്ചിനെ ഒറ്റ തവണ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിലുള്ള സംസാരവും എന്താ പറയുക പിന്നെ കോമൺ ഫ്രണ്ട്സുമായ ഉള്ളൊരു കണക്ഷനൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, കുറേ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ ഞങ്ങളുടെ വൈബ് അടിപൊളിയാണ്. എന്താ പറയുക, ചേച്ചിയും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ വൈബ് ഇറ്റ് ജസ്റ്റ് കണക്ട്സ്. ആൻഡ് ഷോ അടിപൊളിയായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എന്താ പറയുക അത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ഇറ്റ് വാസ് അറൗണ്ട് ഒരു 40-45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്ത വീഡിയോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും ഒരുപാട് സമയം പിടിച്ചു. പിന്നെ ചേച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ട് തലേദിവസം ഇരുന്നിട്ടാണ് എൻ്റെ ഓഡിയൻസിന് വേണ്ടി എന്താ പറയുക സബ് ടൈറ്റിൽസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ദാറ്റ് വാസ് റിയലി തോട്ട്ഫുൾ. അപ്പോൾ ചേച്ചിനെ പറ്റി ഇതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എക്സ്പീരിയൻസ് ഇൻ ഫസ്റ്റ് കന്നഡ മൂവി. It was a wonderful experience, I should say, because I had a great time working with VK Prakash sir, and I got to learn a lot of new things, and daily I would get like 2-3 sheets of Kannada dialogues to study and present. So it was really great. I had to like work a lot ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. അപ്പം ഈസി ആയിട്ട് അങ്ങനെ ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ളൊരു ടൈപ്പ് മൂവി ആയിരുന്നില്ല. കാരണം ഒരുപാട് എഫേർട്ട് എടുത്ത് കുറേ ഡയലോഗ്സ് പഠിച്ച് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള മൂവിയായിരുന്നു. മദർ ആൻഡ് ഫാദേഴ്സ് പ്രൊഫഷൻ. മൈ മദർ ഈസ് എ ഹോം മേക്കർ, ബട്ട് ഷീ ഈസ് എൻ അമേസിങ് കുക്ക്. അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ അച്ഛൻ ഹീ ഈസ് എ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഓഫീസർ. ഹീ വർക്ക്സ് ഇൻ കൊച്ചി. Where are you residing now? I am right now in Thrissur. My native place is Thrissur. We settled here since a very long time. Do you like being called Kuttus? എനിക്കറിയില്ല ഇവിടെ നിന്നാണ് ആ പേര് വീണതെന്ന്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഫേസ്ബുക്കിൽ ഏതൊരു ഗ്രൂപ്പിൽ നിന്നാണ് അത് തുടങ്ങിയത്. അഡാറിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തുള്ളൊരു ഫോട്ടോ ആരോ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തുടങ്ങിയതാണ് ഈ കുട്ടൂസ് എന്നുള്ള പേര്. ആദ്യം ഒക്കെ ഒരു എന്താ പറയുക ഇറിറ്റേഷനായിരുന്നു, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്, അതൊരു കളിയാക്കൽ പോലെയായിരുന്നു. പക്ഷേ പിന്നീട് എന്താ പറയുക അങ്ങനെ
ഒന്നും പിന്നീടൊന്നും തോന്നാണ്ടേ. എല്ലാവരും കോമൺ ആയിട്ട് തന്നെ കുട്ടൂസ് കുട്ടൂസ് എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ പിന്നീടൊന്നും തോന്നാതെ. പ്ലാസ്റ്റിക് സർജറി, നത്തിങ്. I don't think I'd ever get one. Miss Priya Varia, tell us about the warrior inside you. The warrior inside me. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു ലെവൽ വരെ എനിക്ക് ഐ ഹാൻഡിൽ തിങ്സ് വിത്ത് എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് സ്ട്രെങ്ത് ആൻഡ് ഫെയ്ത്ത് ആൻഡ് എവറിത്തിങ്. പിന്നെ ഒരുപാട് പേഷ്യൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പം ഒരു 2 years ആയിട്ട് ഒരുപാട് പേഷ്യൻസ് പഠിച്ചു. ആൻഡ് I've learned how to fight, definitely. And I wouldn't call myself a warrior, but I have the faith and courage to stand up when the situation comes and fight for my dreams and whatever I want in life. What keeps you motivated? Like any other human being, I have my ups and downs. I get upset when when things don't go my way. There are days when I am low, but my family and my friends and people around who show a lot of faith in me, definitely they keep me a lot more motivated than I am usually. But I won't say that it's like a consistent travel, but I try and stay positive all the time. What is your age? I think I already said that. I'm 20 years old. Share some tips to overcome criticism. I don't think you can ever overcome criticism. It's just that you need to accept good criticism and ignore bad criticism. That's it. I mean, when I say good criticism, I mean genuine criticism. Exact height. I think my exact height is 5'8" or 5'9". Yeah. I'm not sure. It's somewhere in between. What is your stress buster? My stress buster, I watch a lot of movies and I listen to, music most of the time when I'm not free. I mean, when I'm free or when I feel like I'm overthinking and my mind is wandering and everything. That's what I do. I watch a movie or I listen to music. Favorite money is character. Favorite money, it's very hard to choose between the characters, but I like Nairobi. I think she's my favorite. So I think I've answered many questions. I've answered around like 50 questions. So that's it. That's the note I've made, and I know that's not a lot, but these are the questions that I took a note of. And നൈറോബിയോടുള്ള വില പോയി. എന്തിനാ ചേട്ടാ? Okay. So that's when I said genuine criticism and the ones to be ignored. So let's check who all have come. Viewers. Okay, I have a lot of people. Oh, I have Shrey here. Hi Shrey. I have Gayatri. I have Arun chatting. Oh, hi Len. Len, you're here. Abhilash. Hey Abhi. Okay, a lot of people are here. Can you pronounce my name? Mishra Kayur. Oh my god. I'm sorry if that's wrong, but okay, I have a lot of questions here. Let's see. ചേച്ചി ഒരു പാട്ട് പാടാമോ? Okay. Song. Okay, a lot of people are asking me to sing.
എന്താ പ്രിയ പരിപാടി? ഒന്നുമില്ല ചേട്ടാ, വീട്ടിൽ പോസ്റ്റാണ്, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അബി ഹായ് ഹായ്. മലയാളികളെ പറ്റില്ലേ? അതാര് പറഞ്ഞു? ഞാൻ സ്വന്തം ഒരു മലയാളിയാണ്. डिड यू स्पीक हिंदी? हाँ, मैंने बहुत हिंदी बोली. नहीं, बहुत नहीं बोली, बट थोड़ा कुछ तो बोला था. आपने शायद मिस किया. ഹായ്, കുറേ പേര് ഹായ് പറയുന്നുണ്ട്. ഓക്കെ, സോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിങ് മീ ടു സിങ്. ഓക്കെ, സോ which song do I sing for you? तुमको भी है खबर, तुझको भी है पता, हो रहा है जुदा दोनों का रास्ता, दूर जाके भी मुझसे तुम मेरे यादों में रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. Okay, so hope you all liked it. ആരൊക്കെയോ അയക്കുന്നുണ്ട് ലൈവിൽ വരാനായിട്ടുള്ള റിക്വസ്റ്റ്. പക്ഷെ Lakshmi, hi. I'm good. How are you? How was quarantine? Tamil ariyuma? Tamil theriyume? How was quarantine? Quarantine is fine. Favorite cricket player? I've said this a couple of times. Favorite cricket player is MS Dhoni, sir. How many piercings do you have? I have 6 piercings. How are you? What is your next movie? Your plans about marriage? ನಾನು ನಿನ್ನ ತುಂಬ ಪ್ರೀತಿ ಮಾಡ್ತೀನಿ. ಧನ್ಯವಾದ. How will you react to your haters? I should say that I've heard a speech of Vijay sir's. പുള്ളിക്കാരൻ ഒരു സ്റ്റേജിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈഫിലെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ് ഒരു രസം മുന്നോട്ട് പോകാൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. ബട്ട് ദേ കീപ് മീ മോട്ടിവേറ്റഡ്, ഐ ഷുഡ് സേ. എനിക്കൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യണം എന്ന് എന്താ പറയുക, എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഡിറ്റർമിനേഷൻ ആൻഡ് യുനോ എല്ലാം തരുന്നത് എൻ്റെ ഹേറ്റേഴ്സാണ് ഡെഫിനറ്റ്ലി. ആൻഡ് ഹേറ്റ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഹേറ്റൊക്കെ ഇസ് എ വെരി ബിഗ് തിങ് ടു സേ. സോ എന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നവരോട് മേ ബി. You got a nice voice. Thank you so much. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് ആൻഡ് ഐ എം കോൺഷ്യസ്ലി നോട്ട് റീഡിങ് ദം. ഇനി എപ്പോൾ ലൈവ്? ഇനി അറിയില്ല, എന്താ പറയുക, ഇപ്പം എന്തായാലും മോസ്റ്റ്ലി ഫ്രീ ആയതുകൊണ്ട് I'll try and come ഇടയ്ക്കിടയ്ക്ക്. Nice tattoo, Ansman, thank you. Subin Joseph is asking me, do you like to drive? Which is your car? I don't know how to drive, and
I've only driven a car once in my life. That was for a shoot. ശ്രീദേവി മംഗളൂരിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ് ഒരു കാർ ഓടിച്ചത്. That's all. I really don't know how to drive. A lot of people are requesting to be on my live, but എനിക്ക് അറിയാവുന്ന ആരും വരുന്നില്ലല്ലോ. हिंदी में बोलो. हिंदी में क्या बोलूँ? गायत्री. ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം, ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ലാലേട്ടനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഫഹദിനെയും ഭയങ്കര ഇഷ്ടമാണ്. Yeah, this is very confusing because I don't know which language to speak here. It's kind of annoying because I'm switching from Hindi to Malayalam. കാരണം മലയാളം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന് ഇവിടെ തുടങ്ങും. മലയാളം അറിയില്ലേ, നിനക്ക് മലയാളത്തിൽ പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഫോളോവേഴ്സ് അധികം ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചില്ലെങ്കിൽ എന്നെ അറിയില്ലേ, നമ്മളെ മറന്നില്ല. Yeah, I have to mix up languages. I understand that. I understand. I'm really sorry, but it's really hard because I really keep switching from languages. സായിപ്പേ ഡോണ്ട് വറി സായിപ്പേ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഓരോന്ന് വരും. Looking pretty, thank you. Pagal. Somebody is calling me Pagal. I don't know why, but I'm laughing at it. Okay, so since I've answered quite a lot of questions, I think it's better. A lot of people are viewing and everything. Okay. I think I've covered a lot of questions. Yeah, that's it. Okay, so I think we're done. അപ്പോൾ ബൈ പറയാനുള്ള സമയമായി. I think it's better I leave now because I'm sure it's time. It's 5:47. I'm sure a lot of people have to, എല്ലാവർക്കും ഒരുപാട് പേർക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി എന്നറിയാം. അപ്പോൾ എന്താ മോളൂസ, ജാടയാണോ? ഇല്ല ചേട്ടാ, എനിക്ക് ജാടയൊന്നുമില്ല. Okay, so it's better I go now. ഇപ്പം പോകാനുള്ള സമയമായി. അപ്പോൾ ബൈ. Thank you all for watching. I've answered a lot of questions as much as possible, and next time I'm sure I'll be back with more. And apologies for not coming live yesterday, and apologies to all of whose questions I've not answered. I've tried my maximum to include as many questions as possible, even in this live. So that's it. Thank you for watching. Bye. See you all soon. Take care, stay safe, and stay home.